ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഈസിയും ടേസ്റ്റിയുമായ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓട്ടടയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. ഓട്ടട എത്ര ഉണ്ടാക്കിയാലും നന്നാകാത്ത ആൾക്കാർക്ക് ഈ ഒരു വീഡിയോയിലൂടെ പെട്ടെന്ന് റെഡിയായി കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അരി അരിച്ചിട്ട് ഞാൻ ആ മാവ് മിക്സിയിൽ നിന്നും നേരിട്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല കട്ട കുത്താതെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ രീതിയിൽ നമുക്ക് ആ മാവ് റെഡിയായി കിട്ടും കേട്ടോ. ഒട്ടും വിഷമിക്കണ്ട, ഇങ്ങനെ ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഓട്ടട റെഡിയായി കിട്ടും. തേങ്ങ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി വേണമെങ്കിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ തേങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത് കേട്ടോ. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പത്തിരിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്യാസിൽ വെച്ചാൽ എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. ഞാൻ അടുപ്പിലാണ് കേട്ടോ ഓട്ടട തയ്യാറാക്കി എടുക്കാറുള്ളത്. അങ്ങനെ ചട്ടിയൊക്കെ ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനിങ്ങനെ എല്ലായിടത്തും ഓട്ടകൾ ഇങ്ങനെ വന്നതിന് ശേഷം ഞാനതൊരു പാത്രം കൊണ്ട് അടച്ച് വെച്ചിട്ടോ. അങ്ങനെ നമ്മളെ ഓട്ടട ഇവിടെ അടിപൊളിയായി ടേസ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല മൊഞ്ചുള്ള ഓട്ടടയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചായൻ്റെ വെള്ളം തിളക്കുമ്പോഴേക്കും നമുക്ക് നല്ല ഈസി ആയിട്ട് സോഫ്റ്റായിട്ടുള്ള ഒരു ഓട്ടട നമുക്ക് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഏത് ഓട്ടട ഉണ്ടാക്കിയിട്ട് നന്നാകാത്ത ആൾക്കാർക്കും പെട്ടെന്ന് ഈസി ആയിട്ട് ഇതുപോലെ ഓട്ടട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ മുന്നേയും ഞാൻ വേറൊരു ഓട്ടട റെസിപ്പി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക. അത് വേറെ രൂപത്തിലാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള ഓട്ടടയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കറി ഒഴിക്കാം, എല്ലാം ഒഴിക്കാം. പക്ഷെ ഞാനിവിടെ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതും തേങ്ങ ഇടാതെ തന്നെയാണ്. കുറച്ച് ചുവന്നുള്ളി തൊലിച്ച് വെച്ചിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് പുളിവെള്ളം എടുത്ത് വെച്ചിരുന്നു. ഒരു 3 വറ്റൽമുളകും എടുത്ത് വെച്ചിരുന്നു കേട്ടോ. ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടായി വന്നതിന് ശേഷം തൊലിച്ച് വെച്ച ചുവന്നുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ നമ്മൾ ചുവന്ന മുളകും കൂടി കൂട്ടി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നന്നായി ഒന്ന് മൂത്തോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ ചൂടാറിയതിൻ്റെ ശേഷം ഞാനൊരു മിക്സിയിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കുന്ന ജാറുണ്ടല്ലോ, അതിലിട്ടാൽ മതി കേട്ടോ. അങ്ങനെ ആ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം ഞാനിത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതും വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ നമ്മൾ ഓട്ടടയ്ക്കോ ചപ്പാത്തിക്കോ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. നല്ല ഈസിയും ടേസ്റ്റിയുമായ ഒരു ചമ്മന്തിയാണ് ഞാൻ ഇവിടെ ഇന്ന് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ 2 റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക. തുടർന്നും അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നത് വരേക്കും ബായ്.